സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. യേശുക്രിസ്തു വ്യക്തമായിട്ട് പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്നുണ്ടെങ്കിൽ തന്നെത്താൻ ത്യജിച്ചുകൊണ്ട്, തന്നെത്താൻ ഉപേക്ഷിച്ചുകൊണ്ട്, തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് താഴ്മയോടുകൂടി അടുത്തു വന്ന് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് ദിനം തോറും എന്നെ അനുഗമിക്കണമെന്നാണ്. എങ്ങനെയാണ് അനുഗമിക്കേണ്ടത്? എല്ലാ ദിവസവും അനുദിനവും അനുഗമിക്കണം. എല്ലാ ദിവസവും നിന്റെ മനസ്സാക്ഷിയെ നീ കാത്തു സൂക്ഷിക്കണം. എല്ലാ ദിവസവും നിന്റെ വാക്കുകൾ നിയന്ത്രണത്തിലായിരിക്കണം. എല്ലാ ദിവസവും നിന്റെ ചിന്തകൾ കർത്താവിങ്കലായി അവനെ നീ അന്വേഷിച്ചു കൊണ്ടിരിക്കണം. എല്ലാ ദിവസവും സ്വർഗീയ പിതാവുമായിട്ട് നിനക്കൊരു കൂട്ടായ്മ ബന്ധം ഉണ്ടായിരിക്കണം. എല്ലാ ദിവസവും ഈ ലോകത്തിന്റെ മാലിന്യങ്ങൾ ഏശാതെ ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് ശുദ്ധമുള്ള ഹൃദയത്തോടു കൂടിയായിരിക്കണം. ക്രിസ്ത്യാനിയെക്കുറിച്ച് എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത്? അനേകർക്കും അതിൽ നിന്ന് മനസ്സിലാകുന്നതേയില്ല. മഹാത്മാഗാന്ധി ഇപ്രകാരം പറഞ്ഞു, യേശുക്രിസ്തുവിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഈ ക്രിസ്ത്യാനികളെ എനിക്ക് വെറുപ്പാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? ആ യേശു പറഞ്ഞതുപോലെ നാം ജീവിക്കാത്തത് കൊണ്ടാണ് ഇന്ന് ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ അവരിൽ പലരുടെയും ജീവിതത്തിൽ യേശുവിൻ്റെ മഹത്വത്തെ കാണാൻ കഴിയുന്നില്ല. നിങ്ങൾ എന്നെപ്പോലെ ആകണമെങ്കിൽ, എൻ്റെ രാജ്യത്തിൽ നിങ്ങൾ വരണമെങ്കിൽ, എൻ്റെ സന്നിധിയിൽ വന്ന് നിങ്ങൾക്ക് ഇരിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞതായ മാർഗത്തിൽ കൂടി നിങ്ങൾ പോകണം. എൻ്റെ കാൽപാതകളെ നിങ്ങൾ പിന്തുടരണം. എൻ്റെ വിശുദ്ധി നിങ്ങളുടെ ജീവിതത്തിലും അനുഷ്ഠിക്കണം. എൻ്റെ ഹൃദയവിശുദ്ധി നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ? ഇന്ന് മനുഷ്യരെ നോക്കുമ്പോൾ കഷ്ടത അനുഭവിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല, നിന്ദകൾ വരുന്നത് അവർക്ക് ഇഷ്ടമല്ല, ഞെരുക്കം അനുഭവിക്കുന്നത് ഇഷ്ടമല്ല, ശാസന കേൾക്കുന്നത് ഇഷ്ടമല്ല, ജീവിതം ക്രമപ്പെടുത്തുന്നത് ഇഷ്ടമല്ല. അവർ പറയുന്നത് പോലെ തന്നെ അവർക്ക് ജീവിക്കണം. അതിന് വിരോധമായിട്ട് ആരെങ്കിലും പറയുകയാണ് ഇങ്ങനെയല്ല, ഇങ്ങനെയല്ല എന്ന് പറയുകയാണെങ്കിൽ അവർക്കൊരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല. എന്താണ് അവർ ചെയ്യുന്നത്? അവരുടെ മുഖഭാവം അപ്പോൾ തന്നെ മാറുവാനിടയാകും. ഇപ്പോൾ ആണുങ്ങളും അങ്ങനെ ചെയ്യുന്നുണ്ട്. ആഹാബിന്റെ സന്തതികളാണിവർ. ആഹാബ് ആരായിരുന്നു? ആഹാബ് രാജാവായിരുന്നു. എന്തെങ്കിലും ഒരു ജീവിതത്തിൽ പ്രശ്നമുണ്ടായാൽ മതി, അപ്പോൾ തന്നെ മുഖം വെറുപ്പിച്ച് കട്ടിലിൽ കയറി കിടക്കുമിണ്ടാതെ. അതുപോലെ തന്നെയാണിതും. അതെന്തൊരു ചിന്തയാണ്! ഈ ലോകത്തിൽ നാം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം നമുക്ക് അനുകൂലമായി തന്നെ ഉണ്ടാകണമെന്നാണോ? എല്ലാത്തിലും നീ തന്നെ ജയിക്കണമോ? എല്ലാം നീ വിചാരിക്കുന്ന പോലെ നടക്കണമോ? അത് ക്രിസ്തീയ ഭക്തിയല്ല. അത് ശരിയല്ല. ഞാൻ എന്തിനും തയ്യാറാണ്, ഞാൻ എന്തിനും ഒരുക്കമാണ്. എൻ്റെ യേശുവിന് വേണ്ടി എൻ്റെ മനസ്സാക്ഷിയെ കാത്തു സൂക്ഷിക്കുന്നതിനായി കഷ്ടത വന്നാലും കുഴപ്പമില്ല, നിന്ന വന്നാലും കുഴപ്പമില്ല, അപമാനം വന്നാൽ കുഴപ്പമില്ല, ഞെരുക്കം വന്നാൽ കുഴപ്പമില്ല. എൻ്റെ യേശുവിനെ ഞാൻ വിട്ടുപിരിയില്ല എന്ന് പറയുന്നവൻ ജയജീവിതം സാധ്യമാക്കും. അവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ ആയിരിക്കും. എന്തിനാണ് നാം ഇന്ന് വചനം കേൾക്കുന്നത്? സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണോ? അതോ നമ്മുടെ ജീവിതത്തിലെ രോഗങ്ങളും കഷ്ടതയും ബുദ്ധിമുട്ടും ഒക്കെ തീർക്കുന്നതിന് വേണ്ടിയാണോ? നിങ്ങൾ വ്യക്തമായി പറയണം, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. എന്താണ്? അതും ഇതുമുണ്ടെന്നാണ് ആരോ പറഞ്ഞത്. ആദ്യം ഇതാകണമെന്നാണ് പറഞ്ഞത്. പറയൂ, എന്തിനു വേണ്ടിയാണ്? ഈ ജീവിതത്തിന്റെ അവസാനം വരെയും ഭൗതിക സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണെങ്കിൽ ലോകത്തിലുള്ള എല്ലാ ആളുകളിലും വെച്ച് നാം നിർഭാഗ്യവാന്മാരാണെന്നാണ് പറയുന്നത്. എൻ്റെ മക്കൾ ദൈവരാജ്യത്തിൽ വലിയവർ ആയിരിക്കണം. എൻ്റെ മക്കൾ ദൈവരാജ്യത്തിൽ ഉണ്ടായിരിക്കണം. എൻ്റെ മക്കൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. എൻ്റെ പിതാവ് എന്നെ ഡോക്ടറാക്കാനാണ് ആഗ്രഹിച്ചത്. എന്നാൽ ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്ന് ഞാൻ ചിന്തിച്ചു. ആദ്യം എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹം 4 മാസം കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥന കേട്ട് കർത്താവ് എന്നെ രക്ഷിക്കുവാൻ ഇടയായി. ആദ്യ ഫലമായി എന്നെ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ വേണ്ടി അയച്ചു. അന്നുവരെ ഞാൻ വീട് വിട്ടിട്ട് എങ്ങും പോയിട്ടില്ല. എനിക്ക് 7 സഹോദരി സഹോദരന്മാരുണ്ട്, അതുപോലെ മാതാവും പിതാവും. ഞങ്ങൾ വളരെ ആഡംബരത്തിലാണ്, വളരെ സുഖ സൗകര്യങ്ങളോട് കൂടിയായിരുന്നു അന്ന് ജീവിച്ചുകൊണ്ടിരുന്നത്. നല്ല നല്ല ആഹാരം, നല്ല സുഖമായിരുന്നു. വീട്ടിൽ വേലക്കാരുണ്ടായിരുന്നു. അങ്ങനെ അപ്രതീക്ഷിതമായി ബൈബിൾ കോളേജിൽ പോയപ്പോൾ ചൂലെടുത്ത് തന്നിട്ട് പറഞ്ഞു ആലയം തൂത്തുവാരാനായി. ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കാനാണ് വന്നത്. ഞാൻ ബൈബിൾ കോളേജിൽ വന്നിട്ട് ഇവിടെ തൂത്തുവാരാൻ വേണ്ടിയല്ല വന്നത്. ആദ്യം നിന്റെ അഹം മാറ്റിയെങ്കിൽ മാത്രമേ ദൈവത്തിന് പ്രസാദകരമാകൂ. നിന്റെ അഹത്തെ ക്രൂശിക്കപ്പെടണം.
ഞാൻ എന്ന് പറയുകയില്ലേ? ഞാൻ ചെയ്യില്ല, ഞാൻ അങ്ങനെയല്ല എന്ന് പറയില്ലേ? ഇതെന്നെ കൊണ്ട് കഴിയില്ല, ഇത് നിസ്സാര പണിയാണെന്ന് പറയില്ലേ? ആ ചിന്ത ചാവണം. അങ്ങനെ ഞാൻ ചൂലെടുത്തിട്ട് ആ ആലയം മുഴുവനും നല്ലവണ്ണം തൂത്ത് വൃത്തിയാക്കി, എന്നിട്ട് ആ വേസ്റ്റ് ഇലകളും മറ്റും ഒരു ഉന്തുവണ്ടിയിൽ കയറ്റി. നേരത്തെ റോഡിലൂടെ വണ്ടി കൊണ്ട് പോകുന്ന എനിക്ക് വളരെ നാണമുണ്ടായിരുന്നു. ആരെങ്കിലും കണ്ടാൽ വിചാരിക്കും മുനിസിപ്പാലിറ്റി ജോലിക്കാരാണോ കോർപ്പറേഷൻ ജോലിക്കാരനാണോ എന്ന്. ആരെന്തും വിചാരിച്ചോട്ടെ, എന്തും വിചാരിച്ചോട്ടെ, ഞാൻ ക്രൂശിക്കപ്പെട്ടവനല്ലേ? വീതിയുടെ നടുവിൽ എന്നെ ക്രൂശീകരിച്ചപ്പോൾ എന്നെ അപമാനിച്ചില്ലേ? എന്നെ അവർ ഉപദ്രവിച്ചില്ലേ? പരിഹസിച്ചില്ലേ? ഞാൻ ക്രൂശ് വിട്ട് മാറിയോ? അതുകൊണ്ട് നീയും എന്നെപ്പോലെ നിന്ന വഹിക്കുന്നില്ല എങ്കിൽ നീ സ്വർഗരാജ്യത്തിന് ഒരിക്കലും അവകാശി ആകില്ല. എൻ്റെ പിതാവിന് ഞാൻ കത്തെഴുതി, അപ്പാ, ഇവിടുത്തെ ജോലിക്ക് ഞാൻ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, എന്നാൽ എനിക്ക് ആഹാരം മാത്രം പിടിക്കുന്നില്ല. ഞാൻ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ മോനെ നീ തിരിച്ചു പോരൂ എന്ന് എൻ്റെ അപ്പൻ പറഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ സ്ഥാനത്ത് ഞാൻ ഇന്ന് കാണില്ലായിരുന്നു, മറ്റെന്തെങ്കിലും ആയിരുന്നു. എൻ്റെ അപ്പൻ പറഞ്ഞു, വേണ്ട, നീ ആ ക്രൂശിനെ ഓർമ്മിക്കുക, യേശു കർത്താവിനെ ഓർമ്മിക്കുക. കലപ്പയ്ക്ക് കൈവച്ചിട്ട് പിന്തിരിഞ്ഞു പോകുന്നവൻ എനിക്ക് കൊള്ളാവുന്നവൻ അല്ല. 10 വർഷം ആ ആഹാരം അങ്ങനെ ഞാൻ കഴിച്ചു. 10 വർഷത്തോളം അവിടെയുള്ള എല്ലാ ജോലികളും ഞാൻ ചെയ്തു. അതുപോലെ 10 വർഷം വളരെ അച്ചടക്കത്തോടു കൂടിയുള്ള ജീവിതം ഞാൻ അവിടെ നയിക്കുവാൻ ഇടയായി. ആ സമയത്ത് ദൈവത്തിൻ്റെ ദാസന്മാർ എന്തെല്ലാം പറഞ്ഞാലും ശരി, അത് മനസ്സിലായാലും ഇല്ല എങ്കിലും ദൈവദാസൻ പറയുന്നതെല്ലാം കേട്ടിട്ട് അനുസരിച്ച് വിശ്വസിച്ചതുകൊണ്ട് ഞാൻ നിലനിന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്നും നിലനിൽക്കുന്നത് ഇവിടെ. 3 മാസം ബൈബിൾ കോളേജിൽ പോയിട്ട് പാസ്സാകാൻ വേണ്ടി വിചാരിക്കുന്നു. ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കാതെ ദൈവവേല ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ദൈവവേലയ്ക്ക് വരുമെന്ന് പറഞ്ഞ ആളുകളെ ഞാൻ നോക്കുമ്പോൾ, ഞാൻ ദൈവവേലയിൽ ഇപ്പോൾ ആയിരിക്കുകയാണ്. സഭയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എപ്പോൾ മുതൽ പ്രാർത്ഥിക്കുന്നു? ഇപ്പോൾ 3 മാസമായിരിക്കുന്നു. 3 മാസമേ ആയിട്ടുള്ളൂ ദൈവവേല ആരംഭിച്ചിട്ട്. ഇപ്പോൾ ആദ്യം എന്താണ് വേണ്ടത്? ചർച്ച്. 48 വർഷമായിട്ട് ഞാൻ ദൈവവേല ചെയ്യുന്നു. എനിക്കുള്ള സഭയെക്കുറിച്ച് നോക്കുമ്പോൾ അത് ഞങ്ങൾക്ക് മതിയാകുന്നില്ല. എന്താണ് ദൈവവേല ചെയ്യാൻ ആവശ്യമായത്? സഭയല്ല. ദൈവവേല ചെയ്യാൻ ആവശ്യമായത് മൈക്കല്ല. ദൈവവേല ചെയ്യാൻ ആവശ്യമായിരിക്കുന്നത് സ്റ്റേജല്ല. ദൈവവേല ചെയ്യുവാൻ ആവശ്യമായത് ജനമല്ല. ഇപ്പോൾ വചനം പറഞ്ഞാൽ ആളുകളൊന്നുമില്ല. ആൾക്കൂട്ടം വരികയാണെങ്കിൽ ഞാൻ വചനം സംസാരിക്കാം. ആഹാ, മനുഷ്യർക്ക് വേണ്ടി തിരഞ്ഞവനായിരുന്നു യേശു കർത്താവ്. നശിച്ചു പോകുന്നവരെ അന്വേഷിച്ച് കണ്ടുപിടിപ്പാൻ വന്നവനായിരുന്നു അവൻ. അവന്റെ മാർഗത്തിൽ നടക്കാതെ, അവന്റെ ആത്മഭാരം ഇല്ലാതെ എങ്ങനെ അവന്റെ രാജ്യത്തിൽ വലിയവനാകാൻ കഴിയും? ദൈവവേല ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറഞ്ഞു, ഞാനും ദൈവവേലയ്ക്ക് വേണ്ടി വരാൻ പോവുകയാണ്. എന്താണെന്ന് ചോദിച്ചു. ഇപ്പോഴുള്ള ജോലി വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? ജോലി ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ദൈവവേല എളുപ്പമാണെന്നാണ് അവൻ വിചാരിക്കുന്നത്. യഥാർത്ഥമായ ദൈവവേല കണ്ണുനീരും രക്തവും വിയർപ്പുമാണ്. പോരാട്ടമാണത്. ക്രൂശുമെടുത്തുകൊണ്ട് അവനെ അനുഗമിക്കണം. സഹോദരി, നിന്റെ മക്കൾ 2 പേരും എന്റെ രാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഏറ്റതായ കഷ്ടങ്ങൾ നിങ്ങളും ഏൽക്കുമോ? ഞാൻ കുടിച്ചതായ ഈ പാനപാത്രത്തിൽ നിന്ന് നിങ്ങളും കുടിക്കുമോ? എന്നെപ്പോലെ അപമാനങ്ങൾ സഹിക്കുമോ? എന്നെപ്പോലെ രക്തസാക്ഷിയായിട്ട് മാറുമോ? വായിക്കാം. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 20-ാം വാക്യം. അന്നു സെബദി പുത്രന്മാരുടെ അമ്മ പുത്രന്മാരുമായി അവന്റെ അടുക്കെ വന്നു. അപ്പോൾ സെബദി പുത്രന്മാരുടെ അമ്മ തന്റെ പുത്രന്മാരുമായി അവന്റെ അടുക്കൽ അന്വേഷിച്ച് വന്നു. ഇന്ന് എത്ര ആളുകൾ നിങ്ങളുടെ മക്കളെ ദൈവസന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്? കൈ ഉയർത്താമോ ആളുകൾ? എല്ലാവരെയുമാണോ? ഒരുവനെയാണോ? വെരി ഗുഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്തത്. ശിശുക്കളെ സംബന്ധിച്ച് നമ്മൾ നിർബന്ധിച്ചു കൊണ്ടുവരേണ്ട കാര്യമില്ല. നമ്മൾ കൂടെ തന്നെ ആയിരിക്കും. നമ്മുടെ മടിയിലിരിക്കുന്നതായ കുഞ്ഞുങ്ങൾ, നമ്മുടെ ഒക്കത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ അമ്മേ അമ്മേ എന്ന് വിളിച്ച് നമ്മുടെ കൂടെ തന്നെ നടക്കുന്നവരായിരിക്കും. എന്നാൽ സെബദി പുത്രന്മാരുടെ അമ്മ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന തൻ്റെ പുത്രന്മാർ അവർ കൊച്ചുകുട്ടികളല്ല, മുതിർന്ന് വളർന്നവരാണ്. യേശുവിനെ അനുഗമിക്കുന്നവരാണ്. അവരുടെ പേരെന്താണെന്നറിയാമോ? യാക്കോബ്, യോഹന്നാൻ. യാക്കോബും യോഹന്നാനും മത്സ്യബന്ധനം ചെയ്ത്
നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾ വന്ന് എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റും എന്ന് പറഞ്ഞപ്പോൾ അവർ വലകളും അവരുടെ തോണികളും അവരുടെ വ്യാപാരവും അവരുടെ പ്രവൃത്തിയും എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചു. ഇന്ന് യേശുവിനെ അനുഗമിച്ചാൽ എനിക്ക് എന്ത് കിട്ടും എന്ന് ചോദിക്കുന്നവരാണ് കൂടുതലുമുള്ളത്. അന്ന് അബ്രഹാമിനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് നിന്റെ പിതൃഭവനത്തെ വിട്ടിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകൂ. എവിടേക്ക് പോകണമെന്ന് അവൻ ചോദിച്ചില്ല, എന്ത് കിട്ടുമെന്ന് ചോദിച്ചില്ല, ദൈവത്തിന്റെ വാക്കിനെ അനുസരിച്ചു. ഈ കാലത്ത് അങ്ങനെയുള്ള ക്രിസ്ത്യാനികളെയാണ് ദൈവത്തിന് ആവശ്യം. അങ്ങനെയുള്ള വിശ്വാസികളാണ് വേണ്ടത്. സബദിപുത്രന്മാരുടെ അമ്മ, അവർക്ക് പേരില്ലേ? ആ സ്ത്രീക്ക് പേരില്ലേ? സബദി എന്നത് ആ പിതാവിന്റെ പേരാണ്, പുത്രന്മാരുടെ പിതാവിന്റെ പേരാണ്. ആ സ്ത്രീ തന്റെ പേരിവിടെ വെളിപ്പെടുത്തുന്നില്ല. അവർക്ക് സലോമി എന്നും മേരി എന്നും ഒക്കെ പേരുകൾ ഉണ്ട്. എന്നാൽ അവിടെ തന്റെ പേര് പറയാതെ തന്റെ ഭർത്താവിന്റെ പേരാണ് പറയുന്നത്. ഈ കാലത്ത് നോക്കൂ, ഭാര്യയുടെ പേര് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന അനേകം ആളുകളുണ്ട്. ഇവിടെ ഒരു ശ്രേഷ്ഠയായ സ്ത്രീയെ കാണാം, പ്രാർത്ഥനാ വ്യക്തിയായ ഒരു സ്ത്രീയെ കാണാം. തൻ്റെ 2 മക്കളെയും ദൈവവേലയ്ക്ക് വിടുക മാത്രമല്ല, ആ 2 മക്കളും വളർന്ന് വലുതായിട്ടും അമ്മയുടെ വാക്കുകൾ അനുസരിച്ചാണ് ജീവിക്കുന്നത്. എന്നാൽ ഇന്ന് പല ആണുങ്ങളെയും സംബന്ധിച്ച് അവർ മുതിർന്നു കഴിഞ്ഞാൽ അമ്മയും അപ്പനെയും അനുസരിക്കത്തില്ല. കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ നമ്മുടെ വാക്കുകളൊക്കെ അവർ അനുസരിക്കുമെന്നാൽ മീശമുളച്ച് വലുതായി കഴിഞ്ഞാൽ പിന്നെ അവർ വാക്ക് കേൾക്കുമോ? കേൾക്കത്തില്ല. എന്നാൽ ഈ മാതാവിൻ്റെ വളർത്തൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അവർ വളർന്ന് മുതിർന്നവരായ ശേഷവും ഇവിടെ മാതാവിനെ അനുസരിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് എന്നുള്ളതായ സത്യം. അവർ മാതാവിൻ്റെ വാക്കുകൾക്ക് വില കൊടുത്തു, മാതാവിനെ അനുസരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നു. ഇന്ന് നിങ്ങളിൽ എത്രയോ ആളുകൾ നിങ്ങളുടെ മക്കളെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നില്ല. ചില സഭകളിൽ നോക്കിയാൽ അറിയാം, എല്ലാവരും പ്രായമുള്ളവരായിരിക്കും, യൗവനക്കാരെ കാണാൻ കഴിയില്ല. പ്രായമായ ശേഷമല്ല ദൈവത്തെ നീ അന്വേഷിക്കേണ്ടത്, നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. അതാണ് വചനം പറയുന്നത്. യൗവനകാലത്ത് നുകം ചുമക്കുന്നത് നിനക്ക് നല്ലതാണ്. സബദിപുത്രന്മാരുടെ അമ്മ പ്രാർത്ഥനാ സ്ത്രീയായിരുന്നു. തന്റെ 2 മക്കളെയും ദൈവത്തിനു വേണ്ടി അവർ സമർപ്പിച്ചു. യേശുവിന്റെ അടുക്കിലേക്ക് 2 മക്കളെയും കൂട്ടിക്കൊണ്ട് വന്നിട്ട് എന്താണ് പറഞ്ഞത്? 21-ാമത്തെ വാക്യം. അവന്റെ അടുക്കൽ വന്ന് നമസ്കരിച്ച് അവനോടൊരു അപേക്ഷ കഴിച്ചു. നിനക്ക് എന്തു വേണം എന്ന് അവൻ അവളോട് ചോദിച്ചു എന്ന് പറയുമ്പോൾ അവനെന്ന് പറയുന്നത് ഇവിടെ ആരാണ്? ഇവിടെ അവനെന്ന് പറയുമ്പോൾ നമ്മെ ഭരിക്കുന്നവൻ, നമ്മുടെ കർത്താവ്, നമ്മുടെ സൃഷ്ടിതാവ്. അവനാണ് കർത്താവായിരിക്കുന്നവൻ. അവനാണ് നമ്മെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവൻ. അവന്റെ അടുക്കലേക്ക് വന്ന് ഒരു അപേക്ഷയുണ്ടെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ചോദിക്കുകയാണ്, നിനക്ക് എന്തു വേണം എന്ന്. സത്യമായിട്ടും ഈ ദിവസം ദൈവം നിങ്ങളുടെ മുൻപിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും പറയുന്നത്? ഞാൻ തീരുമാനിച്ചിട്ടില്ല, ഞങ്ങളുടെ വീട്ടിൽ ചെന്ന് അമ്മയോട് ചോദിച്ചിട്ട് പറയാം, അപ്പനോട് ചോദിച്ചിട്ട് പറയാമെന്ന്. എന്തായിരിക്കും നിങ്ങൾ പറയുന്നത്? പറയൂ. ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുകയാണ്, ഞങ്ങൾക്കൊരു വീട് വേണം, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല, എനിക്ക് മക്കളില്ല, അല്ലെങ്കിൽ എനിക്കൊരു 10 രൂപ തരുമോ എന്നൊക്കെ ചോദിക്കുമോ ദൈവം വന്നാൽ? ചില ആളുകളാണെങ്കിൽ വലിയ ദൈവത്തിൻ്റെ അടുക്കൽ നിസ്സാരമായ കാര്യങ്ങൾ ചോദിക്കുന്നത് കാണാം. ഈ മാതാവിനോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ മക്കൾക്ക് 2 പേർക്കും വേണ്ടത്? അമേരിക്കയിലേക്ക് പോകാൻ വിസ വേണമോ? IAS പഠിക്കുവാനുള്ള സീറ്റ് വേണമോ? ഡോക്ടർ ആകുന്നതിന് വേണ്ടി എക്സാം എഴുതിയിരിക്കുകയാണ്, അതിൽ പാസ്സാകണമോ? ഇതൊക്കെയല്ലേ നാം ഇന്ന് ദൈവത്തിൻ്റെ അടുക്കൽ ചോദിക്കുന്നത്. എന്നാൽ ഈ മാതാവ് എന്താണ് പറയുന്നത് നോക്കൂ. അവൾ അവനോട്, ഈ എൻ്റെ പുത്രന്മാർ ഇരുവരും നിന്റെ രാജ്യത്തിൽ ഒരുത്തൻ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ അരുളി ചെയ്യണമേ എന്ന് പറഞ്ഞു. ഹബ്ബ, എന്തൊരാഗ്രഹമാണ്! എന്താണ് ഇവർ ചോദിക്കുന്നത്? ഈ ലോകത്തെ സംബന്ധിച്ചല്ല. എന്താണ്? ഭൂലോകത്തെ സംബന്ധിച്ചല്ല, ഭൂമിയെക്കുറിച്ചുള്ളതല്ല. ഈ ഭൂലോകം മുഴുവനും നശിച്ചു പോകുന്നതായ ദിവസം വരും. ഒരു വ്യക്തി ഈ ഭൂലോകത്തിൽ എത്രയെല്ലാം സമ്പാദിച്ചു കൂട്ടിയാലും വിട്ടിട്ട് പോകേണ്ടി വരും. ഇന്ന് നിനക്കൊരു പദവിയുണ്ടെങ്കിൽ അത് കുറച്ചു കാലത്തേക്ക് മാത്രമാണ്. അത് കഴിഞ്ഞ് മറ്റൊരു സ്ഥാനത്ത് വരും.
ഈ ലോകത്ത് നീ എന്തെല്ലാം സമ്പാദിച്ചു കൂട്ടിയാലും അതെല്ലാം താൽക്കാലികമാണ്. എന്തെല്ലാം ഡിഗ്രികൾ ഉണ്ടായാലും, ഏതെല്ലാം ജോലി നിനക്കുണ്ടായാലും, എത്രത്തോളം ധനം നീ സമ്പാദിച്ചാലും, ഈ ലോകത്തിൽ നാം പരദേശികളാണ്, യാത്രികർ മാത്രമാണ്. ഈ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്, ഈ ലോകത്തെ സംബന്ധിച്ച് ചോദിക്കുന്നത്, വലിയ ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് നീ അങ്ങനെ ചോദിച്ചാൽ അത് വളരെ ദയനീയമായ കാര്യമാണ്. മനുഷ്യനാൽ കിട്ടുന്ന കാര്യത്തിന് ദൈവത്തിന്റെ അടുക്കൽ പോയി ചോദിക്കേണ്ട കാര്യമില്ല. നമ്മുടെ സമ്പാദ്യത്താൽ നേടുന്നതായ കാര്യങ്ങൾ ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ഉന്നതമായ വിഷയങ്ങൾക്ക് വേണ്ടിയാണ് ചോദിക്കേണ്ടത്. എൻ്റെ 2 പുത്രന്മാരും നിന്റെ രാജ്യത്തിൽ, സ്വർഗീയ രാജ്യത്തിൽ, ഒരുവൻ നിന്റെ വലതുവശത്തും ഒരുവൻ നിന്റെ ഇടതുവശത്തും ഇരിക്കുമാറാകണം. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആഗ്രഹം എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? എൻ്റെ മക്കൾ സ്വർഗരാജ്യത്തിൽ പോകണം എന്നുള്ളതായ ആഗ്രഹം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ മക്കൾ ദൈവരാജ്യത്തിൽ വലിയ ആളുകളായി തീരണമെന്ന് ആശിക്കുന്നുണ്ടോ? ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന മക്കളായി തീരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു യഥാർത്ഥ ആത്മീയ പിതാവാണെങ്കിലും മാതാവാണെങ്കിലും അതായിരിക്കും ആഗ്രഹിക്കുന്നത്. എൻ്റെ മക്കൾ ലോകത്തിൽ എന്തെങ്കിലുമായി തീരണം, എന്തെങ്കിലുമൊക്കെ നേടണം, എന്തെങ്കിലും സമ്പാദിക്കണം എന്നുള്ള വിഷയമല്ല. അവർ ഈ ലോകത്തിലായിരിക്കുമ്പോൾ അവരുടെ ജീവിതം ദൈവത്തിന് ഹിതപ്രകാരമാകണം. അതുപോലെ എൻ്റെ മക്കൾ സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ ഇടയാകണം. എന്നാൽ ഈ മാതാവിന്റെ ആഗ്രഹം നോക്കൂ, സ്വർഗരാജ്യത്തിൽ എൻ്റെ മക്കൾ നിന്റെ അടുത്ത് ഇരിക്കുവാൻ ഇടയാകണം. കർത്താവ് പറഞ്ഞു, അതിനുത്തരമായി യേശു, നിങ്ങൾ യാചിക്കുന്നത് ഇന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം കുടിപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ? എന്താണ് നിങ്ങൾ ചോദിക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ലോകത്തെ ജയിച്ചിട്ട് സ്വർഗീയ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും എന്നെപ്പോലെ ജയാളിയായി എന്നോടൊപ്പം സിംഹാസനത്തിൽ ഇരിക്കണമെങ്കിൽ ഞാൻ കുടിപ്പാനിരിക്കുന്നതായ പാനപാത്രം, അതിൽ നിന്ന് നിങ്ങൾക്കും കുടിക്കുവാൻ കഴിയുമോ? ആ പാത്രത്തിൽ എന്താണ്? പായസമാണെന്നാണോ? എന്താണ് അതിലുള്ളത്? എന്താണ്? നമുക്കറിയാം, ഗത്സമന തോട്ടത്തിൽ വെച്ച് യേശുക്രിസ്തു പ്രാർത്ഥിച്ചു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുക്കണമേ. ഏതാണ് ആ പാനപാത്രം? നിന്ന, അപമാനം, കഷ്ടത, ശാപം, തിന്മ, ദൈവത്തിൻ്റെ കോപം, ദൈവത്തിൻ്റെ ശിക്ഷ, ഇവയെല്ലാം നിന്റെ പാപങ്ങളും എൻ്റെ പാപങ്ങളും ഈ ലോകത്തിൽ ജനിക്കുന്നത് മുതൽ ഭൂതകാല വർത്തമാന ഭാവിയിലുള്ള സകല ജനത്തിൻ്റെയും ദോഷങ്ങളും പാപങ്ങളും യേശുക്രിസ്തു വഹിക്കുവാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ക്രൂശിനെ സഹിക്കുവാൻ ഒരുങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി അപമാനം സഹിക്കുമോ? നിന്ദകൾ സഹിക്കാൻ കഴിയുമോ? കഷ്ടത അനുഭവിക്കുമോ? ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കുവാൻ കഴിയുമോ? എനിക്ക് വേണ്ടി നിങ്ങളുടെ ജീവനെ കളയുവാൻ കഴിയുമോ? അങ്ങനെ ചെയ്യുവാൻ കഴിയുകയാണെങ്കിൽ എൻ്റെ രാജ്യത്തിൽ നിങ്ങൾക്ക് കടന്നു വന്ന് എന്നോടൊപ്പം ഇരിക്കാൻ കഴിയും. എന്താണ് പറഞ്ഞത്? എന്താണ്? പാനപാത്രം കുടിപ്പാൻ അവർക്ക് കഴിയുമോ? ഇന്ന് കർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നത്? എന്നോടൊപ്പം നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിലായിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ നിങ്ങൾ എൻ്റെ സാക്ഷികളായി ജീവിക്കണം. ഈ ലോകം നിങ്ങളെ തള്ളിക്കളഞ്ഞാൽ നിങ്ങൾ ദുഃഖിക്കരുത്. നിങ്ങൾ ഈ ലോകത്തിനുള്ളവർ അല്ല. നിങ്ങൾക്ക് മുൻപേ ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യേശുക്രിസ്തു പറഞ്ഞു, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ടാകും, എങ്കിലും നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. എൻ്റെ കുടുംബക്കാരെല്ലാം ദൈവരാജ്യത്തിൽ കടക്കണം, ഞാനും എൻ്റെ കുടുംബവും യേശുവിന് വേണ്ടി ജീവിക്കണം എന്നുള്ള ഒരു തീരുമാനമെടുക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 22:42. ലൂക്കോസ് 22. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെയാകട്ടെ. എന്താണ് പറഞ്ഞത്? പിതാവേ. യേശുക്രിസ്തു മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, മുഴങ്കാലിലിരിക്കുവാൻ നിങ്ങൾ മറക്കരുത്. മുഴങ്കാൽ മടക്കാൻ കഴിയില്ല എന്ന് പറയരുത്. മുഴങ്കാലിലിരിക്കുന്നവൻ പുതിയ ബലം പ്രാപിക്കും, ആത്മീയ ശക്തി പ്രാപിക്കും. മുഴങ്കാലിൽ പ്രാർത്ഥിക്കുന്നവനെ പിശാചിന് തൊടുവാൻ കഴിയില്ല. നിങ്ങൾക്ക് ജയം വേണമെങ്കിൽ മുഴങ്കാൽ മടക്കുക.
ദയവ് ചെയ്ത് കട്ടിലിൽ തന്നെ മുഴങ്കാൽ മടക്കരുത്. മുഴങ്കാൽ മടക്കി എന്ന് പറഞ്ഞാൽ 2 കാലും മടക്കി കുനിഞ്ഞിരുന്നു കൊണ്ട് നല്ലവണ്ണം ഉറങ്ങുന്ന ചില ആളുകളുണ്ട്. അങ്ങനെയല്ല, നേരെ നടു നിവർത്തിയിരിക്കണം. നമ്മുടെ സഭയിലെല്ലാം മുഴങ്കാൽ മടക്കി അങ്ങനെ പ്രാർത്ഥിപ്പിക്കാറുണ്ട്. നിങ്ങൾക്കറിയാം, മുഴങ്കാൽ മടക്കി നേരെ നിവർന്നിരിക്കണം. അങ്ങനെ മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ വലിയ ജയമുണ്ടാകുന്നു, വലിയ ശക്തി ലഭിക്കുന്നു. നമുക്കത് വലിയ അനുഗ്രഹമായി തീരും. യേശു തന്നെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചതുകൊണ്ട് നാമും അങ്ങനെ പ്രാർത്ഥിക്കണം. അവൻ പറഞ്ഞു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ദൈവമേ, ഈ പാത്രത്തിൽ പാപമുണ്ട്, പാപത്തിന്റെ ശിക്ഷയുണ്ട്. ഇതെനിക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല. ഞാൻ പരിശുദ്ധനാണ്, ഞാൻ ദൈവസ്വരൂപത്തിലുള്ളവനാണ്. ഒരു മനുഷ്യനായി ഈ ലോകത്തിൽ ഞാൻ ആയിരിക്കുന്നുവെങ്കിലും എൻ്റെ സ്വഭാവമെല്ലാം വിശുദ്ധമായതാണ്, ദൈവിക സാദൃശ്യത്തിലുള്ളതാണ്. അതുകൊണ്ട് എനിക്കിത് കുടിക്കാൻ കഴിയില്ല. ഈ മനുഷ്യന്റെ മേൽ വരുന്ന ഈ വലിയ ശിക്ഷ വഹിക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് നിലവിളിച്ചുകൊണ്ട്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ നിറവേറുമാറാകട്ടെ എന്ന് പറഞ്ഞു. നിന്ദയും അപമാനവും ഉത്തരവാദിത്വവും കടമയും കഷ്ടതയും പ്രാപിക്കാതെ ദൈവഹിതപ്രകാരം ജീവിക്കാൻ നമുക്ക് കഴിയില്ല. ദൈവത്തെ സന്തോഷിപ്പിക്കാൻ കഴിയില്ല. തുരുമ്പ് പിടിച്ചതായ ഇരുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും തുരുമ്പ് പിടിച്ചതായ ഇരുമ്പായുധങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ ഇരുമ്പായുധങ്ങൾ ഉപയോഗയോഗ്യമായി തീരണമെങ്കിൽ എന്തു ചെയ്യണം? അതിനെ നല്ല തീക്കനലിൽ വെച്ചിട്ട് എന്താണ് ചെയ്യുന്നത്? പഴുപ്പിച്ചെടുക്കും. അതിനെ നല്ലവണ്ണം ചുവന്ന രീതിയിൽ പഴുപ്പിച്ച് എന്താണ് ചെയ്യുന്നത്? അയ്യോ പാവമെന്ന് പറഞ്ഞ ഫൂഫൂന്ന് ഊതുമോ? എന്താണ് ചെയ്യുന്നത്? വലിയൊരു ചുറ്റികയെടുത്ത് അതിൻ്റെ മേലെ അടിച്ച് 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 പരത്തി അതിനെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ മെരുക്കിയെടുക്കും. അപ്പോൾ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അതുകൊണ്ട് ചെയ്യുവാൻ കഴിയും. അതിനെ വേണേൽ ആഹാരം കഴിക്കുന്ന പാത്രമാക്കി മാറ്റാൻ കഴിയും, ഒരു വാളാക്കി മാറ്റാൻ കഴിയും, അലങ്കാര പാത്രമായിട്ട് അതിനെ പണിതെടുക്കുവാൻ കഴിയും. ഒന്നിനും കൊള്ളാത്തതായ ഇരുമ്പ് ഒരു ഉലയിൽ വെച്ച് പഴിപ്പിച്ചെടുക്കുമ്പോൾ, അതിനെ വീണ്ടും ചുറ്റികൊണ്ട് അടിച്ചെടുക്കുമ്പോൾ അത് നല്ലൊരു രൂപത്തിലായി മാറുന്നു. നാമും അതുപോലെ ഒരു പ്രയോജനമില്ലാത്ത ആളുകളായിരിക്കാം, ഒന്നും നേടുവാൻ കഴിയാത്ത ആളുകളായിരിക്കാം. ചില മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ വഴക്ക് പറയാറുണ്ട്, നീ എന്തിനാടാ എൻ്റെ വയറ്റിൽ വന്ന് ജനിച്ചത്? ഒരു പണിയും ചെയ്യാതെ നടക്കുകയാണ്, കാളയെപ്പോലെ വളർന്നു, പോത്തിനെ പോലെയാണ് അവൻ്റെ തീറ്റി. മക്കളെ ഒരിക്കലും പോത്ത്, കാള, എരുമയെന്നൊന്നും നിങ്ങൾ വിളിക്കുവാൻ പാടില്ല, നായെന്ന് വിളിക്കാൻ പാടില്ല. അവർ നായ്ക്കളാണെങ്കിൽ നിങ്ങൾ ആരാണ്? നിങ്ങളുടെ മോൻ പോത്താണെങ്കിൽ നീ ആരാണ്? അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. മക്കളെ കൊണ്ടൊരു പ്രയോജനമില്ലെന്ന് പറയുന്ന അനേക മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട്. അത് എൻ്റെ കുഴപ്പം കൊണ്ട് ആണോ? എൻ്റെ വളർത്തലിൻ്റെ കുഴപ്പം കൊണ്ടാണോ? എൻ്റെ മക്കളോട് ഞാൻ ദൈവവചനം പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചിട്ടേ ഇല്ല, ദൈവസന്നിധിയിൽ അവരെ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ആയിരിക്കുന്നത്. ഇതെന്റെ തെറ്റാണ് ദൈവമേ, എൻ്റെ മക്കൾ വഴിതെറ്റിപ്പോകാൻ കാരണം ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നീ ഇതുവരെ അനുദപിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നീ പ്രാർത്ഥിച്ചാൽ ദൈവം നിന്റെ പ്രാർത്ഥന കേട്ട് പ്രയോജനമില്ലാത്ത നിന്റെ മക്കളെ പ്രയോജനമുള്ളവരാക്കി മാറ്റും. ഒരു വ്യക്തി പഴയ ആദാമിന്റെ സ്വഭാവത്തിൽ നിന്ന് വിടുവിക്കപ്പെടണമെങ്കിൽ കള്ളവും ചതിയും വഞ്ചനയും വ്യഭിചാരവും അല്പകാല പാപഭോഗങ്ങൾക്ക് വേണ്ടിയുള്ളതായ ജീവിതവും സ്വാർത്ഥതയും അഹംഭാവവും ഉള്ളതായ ജീവിതമാകുന്നു ഇത് ക്രിസ്തുവിന്റെ സാദൃശ്യത്തിലേക്ക് മാറ്റപ്പെടണമെന്നുണ്ടെങ്കിൽ അവന്റെ വചനമാകുന്ന ഉലയിൽ നാം വേകുവാനിടയാകണം. എന്റെ വചനം തീ പോലെയുള്ളത് അല്ലയോ? യേശുവിന്റെ ഉയർപ്പിന് ശേഷം അവൻ വഴിയിൽ കൂടി നടന്നതായ ശിഷ്യന്മാരോട് ലേഖനങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു, അവൻ നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കത്തിയില്ലായിരുന്നോ? നമ്മുടെ ഹൃദയം കത്തിയില്ലായിരുന്നോ എന്ന്. വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം ഇതുപോലെ കത്താറുണ്ടോ? കുലുക്കം ഉണ്ടാകാറുണ്ടോ? അനുതാപം ഉണ്ടാകാറുണ്ടോ? പശ്ചാത്താപം ഉണ്ടാകാറുണ്ടോ? വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവപ്രവൃത്തി നടക്കും. അവന്റെ വചനം നിന്നെ സ്പർശിക്കുവാനിടയാകും. അവന്റെ വചനം നീ കേൾക്കുമ്പോൾ നിന്നിലുള്ളതായ പാപവും മാലിന്യവും ഉള്ളതായിരിക്കുന്നതായ പഴയ ആദാമിന്റെ സ്വഭാവം, വ്യഭിചാരത്തിന്റെ ചിന്ത, ദുഷ്ട മനസ്സ്, നീചമായ പ്രവൃത്തികളെല്ലാം കഴുകപ്പെട്ടു പോകും.
എത്ര സമയം നിങ്ങൾ വചനം കേട്ടാലും നിങ്ങൾ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകില്ല. എന്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയല്ലോ. വചനത്തിൽ നാം വേഗണം, പ്രാർത്ഥനയിൽ നാം നുറുക്കപ്പെടണം. പ്രാർത്ഥനയിൽ നാം നുറുക്കപ്പെടുമ്പോൾ ഹൃദയം നുറുങ്ങിയ ഒരവസ്ഥ നമുക്ക് ഉണ്ടാകും. എങ്ങനെയുള്ള ഹൃദയമാണ്? നുറുക്കമുള്ള ഒരു ഹൃദയം. അപ്പോൾ ചുറ്റിയെടുത്ത് അടിക്കത്തില്ല. അതല്ല പറയുന്നത്. നിങ്ങളുടെ അവസ്ഥയെ നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങളുടെ സ്ഥിതിഗതികൾ മനസ്സിലാക്കി, തന്നെത്താൻ ദൈവം മുമ്പിൽ താഴ്ത്തിക്കൊണ്ട് നന്ദി നിറഞ്ഞതായ ഹൃദയത്തോടു കൂടി നിങ്ങളുടെ പാപത്തിനു വേണ്ടി പശ്ചാത്തപിച്ച് കർത്താവിൻ്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട്, കർത്താവെ, എനിക്ക് കഴിയില്ല, ഞാൻ ഒന്നും ചെയ്യുന്നില്ലപ്പാ, എന്നിൽ ഒരു നന്മയുമില്ല, യേശുവെ എന്നോട് കരുണ കാട്ടണമേ എന്ന് നീ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഹൃദയം എങ്ങനെയുള്ളതാണ്? നുറുക്കപ്പെട്ടതായ ഹൃദയമാണ്. നുറുക്കപ്പെട്ടതായ ഹൃദയത്തെ അവൻ ഒരിക്കലും തള്ളി കളയില്ല. അവൻ നമ്മോട് പൊന്ന് ചോദിച്ചിട്ടില്ല, വെള്ളി ചോദിക്കുന്നില്ല, സ്തോത്രകാഴ്ചയല്ല അവന് വേണ്ടത്. നിന്റെ ഹൃദയമാണ് അവൻ ചോദിക്കുന്നത്. നിന്റെ ഹൃദയത്തിലേക്ക് എൻ്റെ ക്രൂശിന്റെ ശക്തി വരണം, എൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി നടക്കണം. പരിശുദ്ധാത്മാവ് തീയാണ്. ആ തീ നമ്മിലേക്ക് ഇറങ്ങി വരുന്നതായ സമയത്ത് നമുക്ക് ഉണർവുണ്ടാകും. നാം ജ്വലിക്കപ്പെടുവാനിടയാകും, നാം പ്രകാശിക്കുവാനിടയാകും. കർത്താവിന് വേണ്ടി ജീവിക്കണമെന്നുള്ള ആഗ്രഹം നമ്മിലുണ്ടാകും. ഒരു തീക്ഷ്ണതയുണ്ടാകും. ഞാൻ യേശുവിൻ്റെ മകനാണ് എന്നുള്ള തീക്ഷ്ണത നിന്നിലുണ്ടോ? ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്, ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ള ആഗ്രഹം നിന്നിലുണ്ടോ? ഇന്ന് അനേകം ആളുകളുടെ ജീവിതത്തിൽ ശക്തിയില്ലാത്തതായ ഭക്തിയാണുള്ളത്. ഈ ദിവസം കർത്താവ് പറയുന്നു, നിനക്ക് എൻ്റെ രാജ്യത്തിൽ കടക്കണമെങ്കിൽ, എൻ്റെ അടുത്ത് നിനക്ക് ഇരിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ മാർഗത്തിൽ നീ ജീവിക്കണം. എൻ്റെ ക്രൂശെടുത്തന്നെ അനുഗമിക്കണം. എന്നെപ്പോലെ കഷ്ടതയും നിന്നെയും അനുഭവിക്കണം. എന്നെപ്പോലെ കഷ്ടത ജീവിതത്തിൽ വന്നാൽ പിന്മാറാതെ ആ ക്രൂശ് വഹിക്കണം. ആ ക്രൂശിൽ നിന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നുവെന്ന വാക്യം പറയുന്നു. നമ്മുടെ ഇഷ്ടങ്ങളെയും നമ്മുടെ മോഹങ്ങളെയും ക്രൂശീകരിക്കണം. ക്രൂശീകരിക്കുക എന്ന് പറയുമ്പോൾ അതിനെ ക്രൂശിൽ തറച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് നിന്റെ അടുക്കിലേക്ക് വരില്ല. അതിനെ നീ ഉപേക്ഷിക്കണം. ക്രിസ്തുവേശുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ രാഗ മോഹങ്ങളോടുകൂടെ ക്രൂശീകരിച്ചിരിക്കുന്നു. പൗലോസ് പറഞ്ഞു, ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവാകുന്നു എന്നിൽ കൂടി ജീവിക്കുന്നത് എന്ന്. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പ്രാർത്ഥനയിൽ ഒരു വൻ കാര്യം പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ചെയ്യാൻ പോകുന്നു. നിന്റെ ജീവിതത്തിൽ ഒരു പ്രയോജനവുമില്ലാത്ത അവസ്ഥയാണോ? നിന്റെ മക്കളെ കൊണ്ട് യാതൊരു പ്രയോജനമില്ലേ? അവരെ ദൈവസന്നിധിയിൽ കൊണ്ടുവരൂ. അവരുടെ പേരുകൾ കർത്താവിനോട് പറയുക. അവർ എവിടെയാണെങ്കിലും കർത്താവ് അവരെ തൊടും. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നീ നോക്കണമേ. കർത്താവേ, നീ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതം പ്രയോജനമുള്ളതാക്കി നീ മാറ്റണമേ. ഏതെല്ലാം ഭാരത്താലും ദുഃഖത്താലും കഷ്ടത്താലുമാണ് നിന്റെ മക്കൾ നിന്റെ സന്നിധിയിൽ വന്ന് നിൽക്കുന്നത്. അതിനുശേഷം എൻ്റെ യേശു എന്നെ തൊടുവാനിടയായി. എൻ്റെ യേശു എന്നോട് സംസാരിച്ചു. എൻ്റെ കണ്ണുനീരിനെ അവൻ തുടച്ചു. എനിക്ക് സന്താന ഭാഗ്യം നൽകി. എൻ്റെ കണ്ണുനീരകറ്റി എനിക്ക് വിടുതൽ നൽകി. എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധിയിൽ എനിക്ക് വേണ്ടി പോരാടിക്കൊണ്ട് എനിക്ക് ജയം നൽകിയെന്ന് വിശ്വാസത്തോടുകൂടി കടന്നു പോകുവാൻ നീ സഹായിക്കണമേ അപ്പാ. ക്രിസ്തുവിൻ്റെ സാദൃശ്യം ഞങ്ങളിൽ ഉണ്ടാകുന്നത് വരെയും ഞങ്ങളെ നീ ഒരുക്കിയെടുക്കണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ അപ്പാ. നിന്റെ വചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ജീവിതത്തിൽ കഷ്ടത വന്നാലും ബുദ്ധിമുട്ട് വന്നാലും നഷ്ടം വന്നാലും ഞെരുക്കം വന്നാലും അപമാനം വന്നാലും നിന്ന വന്നാലും നീ ഞങ്ങൾക്ക് വേണ്ടി അതെല്ലാം സഹിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ നിന്നെല്ലാം വിടുതൽ നൽകണമേ. രക്ഷയുടെ ആനന്ദം ഞങ്ങളുടെ ഹൃദയത്തിൽ നീ നൽകണമേ അപ്പാ. തലമുറയായി യുഗയുഗങ്ങളായിട്ട് ജീവിക്കുവാൻ, നിന്നോടൊപ്പം നിത്യമായി ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ.
നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ